പൂസ എങ്ങോട്ടാ പൂസ പോകുന്നത്? അമ്പലപ്പറമ്പിലോ? പണ്ടത്തെ മഴത്തുള്ളി കണ്ടോ? പൂസ കണ്ടോ? പൂസ കണ്ടോ? നല്ല തണുപ്പുണ്ടാവും. അപ്പൂച്ചന്റെ കയ്യല്ല സ്കെച്ച് പേനയുടെ. ഇങ്ങോട്ട് നോക്കി. പൂച്ച ചെയ്തോണ്ട് കുഞ്ഞാറ്റ വെക്കുന്ന ചിരിച്ച്. ഇതാണ് നമ്മുടെ അമ്പലപ്പറമ്പ്. ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ശീവേലി നടപ്പാതയില്ല, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ കല്ലാണ് നമുക്കിവിടെ നടപ്പാതയ്ക്കായിട്ട് ഇടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം JCB കൊണ്ട് മാന്തി ഇട്ടിരിക്കുക. ഇനി നടപ്പാതയ്ക്ക് ഇപ്പം മഴയും ഒക്കെ ആയതുകൊണ്ടാണ് പണി നിർത്തി വെച്ചിരിക്കുന്നത്. ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മളിവിടുത്തെ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ ഇവിടെ കിരാതമൂർത്തി ഭാവത്തിലാണ് ഇരിക്കുന്നത്. കിരാതമൂർത്തി ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ കാട്ടാളന്റെ രൂപത്തിലിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കൈരാതപുരം മഹാദേവ ക്ഷേത്രം. ഇതാണ് നമ്മുടെ അമ്പലത്തിലെ സ്റ്റേജ് കേട്ടോ. ഇതാ കേട്ടോ കിരാതമൂർത്തി ഭാവത്തിൽ, അതായത് കാട്ടാളന്റെ വേഷത്തിലിരിക്കുന്ന ഭഗവാൻ എൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ അമ്പലത്തിലെ ആണ്ടുവിശേഷം എന്ന് പറയുന്നത് മഹാശിവരാത്രിയാണ്. പിന്നെ എല്ലാ മാസവും പ്രദോഷവും, അതായത് എല്ലാ മാസവും 2 പ്രദോഷം വരും. ആ 2 പ്രദോഷവും ഇവിടെ ഭക്തജനങ്ങൾ എടുക്കാറുമുണ്ട്. അതുപോലെ തന്നെ ധനുമാസത്തിലെ തിരുവാതിരയാണ് പിന്നെ വരുന്ന ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഭഗവാനെ പറ്റി പറയാനാണെങ്കിൽ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്, അതുപോലെ തന്നെ ക്ഷിപ്രഗോപിയാണ്. പാർവതി സമേതനായിട്ടാണ് ഭഗവാൻ ഇവിടെ നിലകൊള്ളുന്നത്.